ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് വരെ ജീവിപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2:36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ ഹന്ന എന്ന പ്രവാചികയെക്കുറിച്ച് വായിക്കുന്നു. ആശർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകയുണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സു ചെന്നവളുമായി ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തുനിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. ഹന്ന ഏതൊരു കാലത്തുമുള്ള സ്ത്രീകൾക്ക് മാതൃകയായ ഒരു സ്ത്രീരത്നമാണ്. അവൾ ആയിരുന്ന ഗോത്രം തന്നെ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. ആശർ എന്നാൽ സന്തോഷം, അനുഗ്രഹിക്കപ്പെട്ടത് എന്നൊക്കെയാണ് അർത്ഥം. ഹന്ന 7 വർഷം വിവാഹ ജീവിതം നയിച്ചവളും പിന്നീട് 84 വർഷം വിധവയായി ജീവിച്ചവളും ആയിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അപ്പോൾ പ്രായം 100 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഈ കാലയളവിൽ ദൈവവുമായുള്ള സഹവാസത്തിൽ പ്രവാചകി എന്ന പേര് അർത്ഥവത്താക്കിക്കൊണ്ട് സ്വർഗീയ വെളിപ്പാടുകൾ കേൾക്കുകയും അതനുസരിച്ച് ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു പോന്നു. ഹന്ന ദേവാലയത്തിൽ ചെയ്ത ശുശ്രൂഷയെക്കുറിച്ച് ഓർക്കുമ്പോൾ യോശുവ കൂടാരത്തിൽ ചെയ്ത ശുശ്രൂഷയാണ് ഓർമ്മയിൽ വരുന്നത്. പുറപ്പാട് പുസ്തകം 33:11 മോശയുടെ ശുശ്രൂഷകനായിരുന്ന യോശുവ എന്ന ബാല്യക്കാരൻ കൂടാരത്തെ വിട്ടുപിരിയാതെ ഇരുന്നു എന്നെഴുതിയിരിക്കുന്നു. വിശ്വസ്തമായി ശുശ്രൂഷ ചെയ്ത ഹന്ന അവൾക്ക് ദേവാലയ കാര്യങ്ങളിൽ ചെയ്യാവുന്ന ശുശ്രൂഷകൾ ചെയ്ത് ദീർഘായുസ് പ്രാപിച്ച് ദൈവനാമമഹത്വത്തിനായി നിലകൊണ്ടു. യോശുവ എന്ന ബാല്യക്കാരൻ തൻ്റെ ബാല്യകാലം മുതൽ ദൈവത്തോട് പറ്റുമാനമുള്ളവനായി ഇരുന്നതിനാൽ മോശെ ഒരു പിടി ശുശ്രൂഷകൾ അവനെ ഏൽപ്പിച്ചു. സംഖ്യാപുസ്തകം 13:16 മോശെ നൂൻ്റെ മകനായ ഹോശയ്ക്ക് യോശുവ എന്ന് പേരിട്ടു. ഹോശയ് എന്ന വാക്കിന് യഹോവ വീണ്ടെടുപ്പാകുന്നു എന്നർത്ഥം വരുമ്പോൾ യോശുവ എന്ന വാക്കിന് യഹോവ തന്നെയാണ് വീണ്ടെടുപ്പ് എന്നാണ് അർത്ഥം. അതുതന്നെയാണ് ശരിയായ മാർഗമെന്ന് ഊന്നിപ്പറയുന്ന ചില വാക്യങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. യിരെമ്യാവിൻ്റെ പുസ്തകം 17:7 യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:6 യേശുക്രിസ്തു പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നത്രേ. പ്രവർത്തന പുസ്തകം 4:12 വായിക്കുന്നത് മറ്റാരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്നാണ്. മരണാനന്തരം ഒരു മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കുവാൻ ഉള്ള വഴി യേശുക്രിസ്തു ക്രൂശിൽ തൻ്റെ ദേഹം തകർത്ത് രക്തം ചിന്തി ഒരുക്കിയ പുതിയ വഴിയാണ്. ആ വഴിയെ പോകുന്നവൻ നിത്യപ്രകാശത്തിലെത്തിച്ചേരും. അത് അരക്കിട്ടുറപ്പിക്കുന്ന വാക്കുകളാണ് മേൽ പറഞ്ഞത്. യോശുവ ഇസ്രായേലും അമേലേക്കരും തമ്മിൽ ഉണ്ടായ യുദ്ധസമയത്ത് ഇസ്രായേലിൻ്റെ സേനാനായകൻ എന്ന സ്ഥാനത്തേക്ക് ഉയർന്നതായിട്ട് പുറപ്പാട് പുസ്തകം 17:8-9 വാക്യങ്ങളിൽ വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം കാളക്കുട്ടിയെ വന്ദനം ചെയ്ത് ആരാധിക്കുമ്പോൾ യോശുവ ഒഴിവുള്ളവനായി നിൽക്കുന്നത് കാണുവാൻ കഴിയും. കനാൻ ദേശം ഒറ്റുനോക്കിയവരിൽ യോശുവയും കാലേബും മാത്രം കനാൻ ദേശം കാണാൻ കഴിഞ്ഞവരായി തീർന്നുവെന്ന് സംഖ്യാപുസ്തകം 14:29-30 വാക്യങ്ങളിൽ വായിക്കുന്നു. തുടർന്ന് കനാൻ ദേശത്ത് പ്രവേശിച്ചു, യെരിഹോ പട്ടണം പിടിച്ചു, പല യുദ്ധങ്ങളും ജയിച്ചു. ദേശം മുഴുവനും 12 ഗോത്രങ്ങൾക്കായി പകുത്തുകൊടുത്തു. വളരെ കാലം ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. ഒടുവിലായി ശേഖേമിൽ എല്ലാ ജനത്തെയും വിളിച്ചുകൂട്ടി അവർക്ക് സതുപദേശം നൽകി. അതിൽ എടുത്തു പറയേണ്ട കാര്യം ഇതേ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യമാണ്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന വാക്യം. വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന നമുക്ക് എപ്പോഴും ഈ ഒരു തീരുമാനമുള്ളവരായിരിക്കാം. യോശുവ നല്ല തീരുമാനത്തോടെ 110 വയസ്സ് വരെ ജീവിച്ചു. 110-ാമത്തെ വയസ്സിൽ തിമ്നാത്ത് സേരഹിൽ വെച്ച് ചരമഗതി പ്രാപിച്ചുവെന്ന് യോശുവ 24:29 രേഖപ്പെടുത്തിയിരിക്കുന്നു.
ഹന്നയെക്കുറിച്ചാണല്ലോ നാം പറഞ്ഞു തുടങ്ങിയത്. അവൾ ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തെ ആരാധിച്ചു എന്നും യെരുശലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും കർത്താവിനെക്കുറിച്ച് പ്രസ്താവിച്ചു എന്നും എഴുതിയിരിക്കുന്നു. ആരാധനയുടെ 2 മേഖലകൾ തിരുവെഴുത്തിൽ കാണുന്നു. പത്രോസ് എഴുതിയ 1 ലേഖനം 2:5 യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് പാപമോചനം നേടിയവർ ഒന്നാമതായി ദൈവത്തെ ആരാധിക്കണം എന്ന് എഴുതിയിരിക്കുന്നു. ജീവനുള്ള ശരിയായ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ദൈവസന്നിധിയിൽ ആത്മീയ യാഗം കഴിക്കുക എന്നാൽ ദൈവത്തിന് മഹത്വം കരയേറ്റുക എന്നത് തന്നെ. അതാണല്ലോ ആരാധന. ദൈവം ജനത്തെ ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നത് ഒന്നാമതായി ദൈവത്തെ ആരാധിക്കുവാനാണ് എന്ന് പുറപ്പാട് പുസ്തകം 7:16 എഴുതിയിരിക്കുന്നു. ഈ സത്യം മോശെ ഫറവോന്റെ മുമ്പിൽ ആവർത്തിച്ച് പ്രസ്താവിക്കുന്നുമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു കർത്താവ് ശമരിയ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ 23-ാം വാക്യത്തിൽ സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിനും സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്കും ദൈവമായ കർത്താവിനെ ആരാധിക്കാം, ആരാധിച്ചുകൊണ്ടിരിക്കാം. രണ്ടാമതായി പത്രോസിൻ്റെ 1-ാം ലേഖനം 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. വിളിച്ചവന് സദ്ഗുണങ്ങളെ ഘോഷിക്കുന്ന പുരോഹിതന്മാർ ആണ് സുവിശേഷം അറിയിക്കുന്ന ഏവരും. ഈ സത്യം റോമാലേഖനം 15:15 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജാതികളെന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ക്രിസ്തുയേശുവിൽ ശുശ്രൂഷകനായിരിക്കുന്നു എന്ന് ധന്യനായിരിക്കുന്ന പൗലോസ് റോമയിലുള്ള വിശുദ്ധന്മാരോട് പറയുന്നു. ദൈവത്തിൻ്റെ സുവിശേഷ ഘോഷണം എന്നാൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം ഘോഷണം തന്നെയാണ്. ഇത് 15:19 വാക്യത്തിലും പറയുന്നു. ഈ 2 ദൗത്യവും എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുക, 2 സുവിശേഷം അറിയിക്കുക എന്നുള്ളത് ഒരു വിശ്വാസി മനസ്സോടെ ചെയ്യുവാൻ ഏതു നേരവും ഒരുങ്ങിയിരിക്കേണ്ടതാണ് എന്ന് തിരുവെഴുത്ത് ഓർപ്പിക്കുന്നുണ്ട്. ഹന്ന ഈ 2 കാര്യവും അവളായിരുന്ന പരിസ്ഥിതിക്ക് ഉള്ളിൽ നിന്ന് യോഗ്യമായി ചെയ്തുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുതന്നെയാണ് എന്നെയും നിങ്ങളെയും കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. അവരവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് കർത്താവിനെ ആരാധിച്ചും വിളംബരം ചെയ്തും ഹന്നയെപ്പോലെ കർത്താവിനോട് ചേർന്ന് യോഗ്യമായി മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.